ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ശ്രീ മഹാലക്ഷ്മിയുടെ 8 വ്യത്യസ്ത അവതാര ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി. ധന, ധാന്യ, സന്താന, ഗജ, ധൈര്യ അല്ലെങ്കിൽ വീര്യ, വിജയ, വിദ്യ, ആദിലക്ഷ്മി എന്നിവയാണ് ഈ ഭാവങ്ങൾ. സമ്പത്തിന്റെ 8 അടിസ്ഥാന ഘടകങ്ങളെയും നിയന്ത്രിക്കുന്ന ലക്ഷ്മി ഭഗവതി എന്ന സങ്കല്പത്തിലാണ് ഈ അഷ്ടാവതാരങ്ങളുടെ ഉത്ഭവം. വെള്ളിയാഴ്ച വ്രതവും വരലക്ഷ്മി വ്രതവും ഈ ദേവതകളുടെ അനുഗ്രഹത്തിനാണ് അനുഷ്ഠിക്കുന്നത്. വൈകുണ്ഠവാസിയായ മഹാലക്ഷ്മിയുടെ ദേവൻ മഹാവിഷ്ണുവാണ്. ശുക്രഗ്രഹത്തിന്റെ ആധിപത്യം ദേവിക്കാണ്. ആനയും മൂങ്ങയുമാണ് വാഹനങ്ങൾ. അവതാര ലക്ഷ്മിമാരും അവരുടെ പ്രത്യേകതകളും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ധനലക്ഷ്മി. ധനഭാവത്തിലുള്ള അഷ്ടലക്ഷ്മി ഭാവമാണ് ധനലക്ഷ്മി. പരമ്പരാഗതമായി ലഭിച്ചതും നമ്മൾ സമ്പാദിച്ചതുമായ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും ധനത്തിന്റെ നിർവചനത്തിൽ വരും. പണം, ഭൂമി, വാഹനം ഇതെല്ലാം ധനലക്ഷ്മിയുടെ അനുഗ്രഹത്തിൽ പെടുന്നു. ശ്രീലക്ഷ്മി എന്നും ധനലക്ഷ്മി അറിയപ്പെടുന്നു. വസ്ത്രത്തിന് ചുവപ്പ് നിറം. 4 കൈകളിൽ ശംഖും ചക്രവും കലശവും ധനകുംഭവും അഭയമുദ്രയും വരമുദ്രയും ഉണ്ട്. കൈകൾ സ്വർണ്ണ നാണയങ്ങൾ വർഷിക്കുന്നു. ഗ്രഹനിലയിലെ 2, 4, 11 ഭാവങ്ങൾ നന്നാകുന്നത് ധനലക്ഷ്മിയുടെ അനുഗ്രഹം സൂചിപ്പിക്കുന്നു. അടുത്തത് ധാന്യലക്ഷ്മി. കാർഷിക വിളകൾ, കൃഷിഭൂമി, ഭക്ഷണധാന്യങ്ങൾ, ആഹാരം എന്നിവയുടെ ഭഗവതിയാണ് ധാന്യലക്ഷ്മി. ജാതകത്തിലെ 2, 4 ഭാവങ്ങളെയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയെയും ഇത് സൂചിപ്പിക്കുന്നു. പച്ചവസ്ത്രം അണിഞ്ഞ 8 കൈകളുള്ള രൂപമാണ് ധാന്യലക്ഷ്മി. ധാന്യക്കതിര്, കരിമ്പ്, കദളിപ്പഴം, താമര, വരമുദ്ര, അഭയമുദ്ര എന്നിവയാണ് കൈകളില്. അടുത്തത് സന്താനലക്ഷ്മി. സന്താനങ്ങൾ നമ്മുടെ സ്വത്താണ്. നമ്മുടെ ജാതകത്തിലെ 5ാം ഭാവമാണ് സന്താനഭാവം. 5ാം ഭാവാധിപൻ നവാംശത്തിലെ അതിൻ്റെ ഫലം, വ്യാഴം, സൂര്യബലം ഇതെല്ലാമാണ് ആൺ സന്താനങ്ങളുടെ കാര്യത്തിൽ പരിശോധിക്കുന്നത്. പെൺകുട്ടികളുടെ കാര്യത്തിൽ ചന്ദ്രന്റെയും ശുക്രന്റെയും ജാതകത്തിലെയും നവാംശത്തിലെയും ബലവും 5ാം ഭാവത്തിന്റെ വർഗബലവും മറ്റും കണക്കിലെടുക്കുന്നുണ്ട്. അടുത്തത് ഗജലക്ഷ്മി. അധികാരത്തിന്റെയും രാജയോഗത്തിന്റെയും പ്രതീകമായ ഭഗവതിയാണ് ഗജലക്ഷ്മി. ആന അധികാരത്തിന്റെ ചിഹ്നമാണ്. പണ്ട് കാലത്ത് ആനയുണ്ടായിരുന്നത് രാജാക്കന്മാർക്കും നാടുവാഴുന്ന തമ്പുരാക്കന്മാർക്കും ആയിരുന്നു. 4 കൈകളിൽ 2 താമരകളും വരമുദ്രയും അഭയമുദ്രയും ഉണ്ട്. ഇരുവശങ്ങളിൽ 2 വെളുത്ത ആനകളെയും കാണാം. ജാതകത്തില് ലഗ്നം 5, 6, 9, 10 ഭാവങ്ങൾ പരിശോധിച്ചാൽ അധികാരത്തിന്റെ വിലയറിയാം. ലഗ്നം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മാറ്റ് വെളിപ്പെടുത്തുന്നു. ഭാഗ്യലക്ഷ്മിയാണ് ഗജലക്ഷ്മി. അടുത്തത് ധൈര്യ അല്ലെങ്കിൽ വീരലക്ഷ്മി. ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയരുന്ന ഘട്ടങ്ങളിൽ ധൈര്യം, ശക്തി, വീര്യം എന്നിവയേകുന്ന ദേവിയാണ് ധൈര്യലക്ഷ്മി. ക്ഷമയുടെ ക്രിയാരൂപമാണ് ധൈര്യം. ഒരു വ്യക്തിയുടെ ക്ഷേമത്തിന് അനിവാര്യമാണ് ക്ഷമ. അതിനാൽ ധൈര്യം അല്ലെങ്കിൽ വീര്യം സുപ്രധാന ജീവിത ഗുണവും സമ്പത്തുമായി കരുതിപ്പോരുന്നു. ജാതകത്തിലെ 3, 6 ഭാവങ്ങൾ നോക്കിയാൽ ഈ കരുത്തറിയാം. വീരലക്ഷ്മിക്ക് 8 കൈകളുണ്ട്. ശംഖ്, ചക്രം, വാൾ, പാശം, ത്രിശൂലം, ഗ്രന്ഥം തുടങ്ങിയവയും വരമുദ്ര, അഭയമുദ്ര എന്നിവയുമാണ് ദേവീരൂപം. ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഭാവമുള്ള ധൈര്യലക്ഷ്മി ചുവന്ന വസ്ത്രമാണ് ധരിക്കുന്നത്. അടുത്തത് വിജയലക്ഷ്മി. ജീവിത വിജയം തരുന്ന ലക്ഷ്മിയാണ് വിജയലക്ഷ്മി. ഏറ്റക്കുറച്ചിൽ കാണാമെങ്കിലും ഈ പേരുള്ളവർ വിജയശ്രീ ലാളിതരാകുന്നത് കാണാം. ജയലക്ഷ്മി എന്നും പറയപ്പെടുന്ന ഈ ലക്ഷ്മിയുടെ സാന്നിധ്യം ജാതകത്തിലെ ലഗ്നം 9, 11 ഭാവങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. പൊതുവായ ജീവിത വിജയം, ലഗ്നവും ഭാഗ്യം, 9ാം ഭാവവും ധനം, ദ്രവ്യം, ആഗ്രഹം, ആഭരണം, വാഹനം, ഭൂമി, വിദ്യ ഇതെല്ലാം സംബന്ധിച്ച ലാഭവും വിജയവും ലക്ഷ്മി കടാക്ഷവും 11ാം ഭാവവും വെളിപ്പെടുത്തുന്നുണ്ട്. അടുത്തത് വിദ്യാലക്ഷ്മി. അറിവാണ് ധനമെന്ന് വിശ്വസിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. ജ്ഞാനത്തിൽ തന്നെ ആധ്യാത്മിക ജ്ഞാനമാണ് അത്യുത്തമം. സരസ്വതി ദേവിക്ക് സമാനയാണ് വിദ്യാലക്ഷ്മി. ഗ്രഹനിലയിലെ 2, 4, 5, 9 ഭാവങ്ങൾ വിദ്യാഭ്യാസത്തെയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനവും 9ാം ഭാവാധിപന്റെയും നവാംശത്തിന്റെയും ബലവും അറിവിന്റെ ദൃഷ്ടാന്തമാണ്.
ബുധനും വ്യാഴവും 5ാം ഭാവത്തിൽ നിലകൊണ്ടാൽ വിദ്യാലക്ഷ്മി ജന്മനാൽ തന്നെ അനുഗ്രഹിച്ചതായി കരുതുക. അടുത്തത് ആദിലക്ഷ്മി. പാരമ്പര്യം, കുലം, സംസ്കാരം, വേരുകൾ ഇതെല്ലാം ഏതൊരാളെ സംബന്ധിച്ചും അപാരമായ ധനമാണ്. ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ആദിലക്ഷ്മി. പൗരാണികതയുടെ കണ്ണികൾ കലർപ്പില്ലാതെ സൂക്ഷിക്കണം. സമൂഹത്തിൻ്റെ നട്ടെല്ലാണിത്. ഇതിലാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം കുടികൊള്ളുന്നത്. സ്വന്തം കുലമഹിമയിൽ അഭിമാനം തോന്നുന്നവർക്ക് ആ ഒരു മുൻതൂക്കത്തോടെ തന്നെ ജീവിതം ആരംഭിക്കാം. ഗൃഹനിലയിലെ 4, 2 ഭാവങ്ങൾ പാരമ്പര്യവും കുലമഹിമയും കുടുംബവും സൂചിപ്പിക്കുന്നു. 4 കൈകളോട് കൂടിയ പത്മാസന സ്വരൂപിണിയാണ് ആദിലക്ഷ്മി. കൈകളിൽ ധ്വജവും താമരയും അഭയമുദ്രയും വരമുദ്രയും ഉണ്ട്. ആദിപരാശക്തി തന്നെയാണ് ആദിലക്ഷ്മി. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്